ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ലെജൻഡറി ഹീറോ ആണ് അദ്ദേഹം. നമസ്കാരം. ചിരിച്ച് മരിക്കും സത്യം ഈ വാർത്ത കേട്ടാൽ. അതായത് പിണറായി വിജയൻ പാവപ്പെട്ടവരുടെ അത്താണിയാണ്. അദ്ദേഹം വന്നതിൽ പിന്നെ പട്ടിണിയില്ല, ദരിദ്രരില്ല കേരളത്തിൽ. ഒരു ദരിദ്രനെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് മുഖ്യമന്ത്രിയുടെ പാവങ്ങളോടുള്ള താല്പര്യമാണ്. അദ്ദേഹം കേരളത്തിൽ വരദാനമാണ്, അതായത് കേരളത്തിൻ്റെ വരദാനമാണെന്നാണ് പറയുന്നത്. ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച PN പണിക്കർ അനുസ്മരണ വായനാദിന ചടങ്ങിലാണ് സ്വാഗത പ്രാസംഗികൻ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി വാനോളം പുകഴ്ത്തിയത്. നമ്മള് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ദ ലെജൻഡ് ഓഫ് കേരള എന്നല്ലേ നമ്മളത് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ലെജൻഡറി ഹീറോ ആണ് അദ്ദേഹം. നമ്മള് AKG സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ പടുത്തലെന്നാണ്. ഞങ്ങള് ശ്രീ പിണറായി വിജയനെ സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ അത്താണിയാണെന്നാണ്. കാരണം ഏറ്റവും പാവപ്പെട്ടല്ലേ, നമുക്ക് പട്ടിണിയില്ല, അത് ദരിദ്രരില്ല കേരളത്തിൽ. അദ്ദേഹം ഞാൻ പറഞ്ഞ വരദാനമാണ്, കേരളത്തിന്റെ ഒരു വരദാനമാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇത്രയും ശക്തനായ, ഇത്രയും ധൈര്യത്തോടെ എന്ത് പ്രതിസന്ധി വന്നാലും അദ്ദേഹം ഒന്നും അവഗണിക്കില്ല. അദ്ദേഹം തീരുമാനിച്ച കാര്യങ്ങൾ, ക്യാബിനറ്റ് തീരുമാനിച്ച കാര്യങ്ങൾ, ജനങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിരിക്കും. എന്നാൽ പരിധിയിൽ കഴിഞ്ഞ വാടിപ്പുകഴ്ത്തൽ സ്വാഗത പ്രസംഗത്തിൽ തുടർന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം അസ്വസ്ഥനായി. ശരീരഭാഷയിലും ആ അസ്വസ്ഥത പ്രകടമായതോടെ സംഘാടകർ ഇടപെട്ടു. ആദ്യമെല്ലാം ആസ്വദിച്ച മുഖ്യമന്ത്രി പിന്നീട് അസ്വസ്ഥനായി. വേദിയിൽ തന്റെ അടുത്തിരുന്ന മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറിനോട് കാര്യം പറയുന്നതും അദ്ദേഹം പേപ്പറിലെഴുതി വിഷയം സംഘാടകരെ അറിയിക്കുകയുമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശരീരഭാഷയിലെ മാറ്റം തിരിച്ചറിഞ്ഞ സംഘാടകർ പ്രസംഗം പരിമിതപ്പെടുത്താൻ സ്വാഗത പ്രാസംഗികനായ N ബാലഗോപാലിന് പേപ്പറിൽ എഴുതി നിർദ്ദേശം നൽകി. സംഘാടകർ പ്രസംഗം ചുരുക്കാൻ പറഞ്ഞതോടെ കാര്യം മനസ്സിലായ പ്രാസംഗികൻ നർമ്മത്തിലൂടെ സാഹചര്യം ലഘൂകരിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വാക്കുകൾ പിന്നെയും അലോസരമായി. കൂടുതൽ സംസാരിച്ചാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരുമെന്നും അദ്ദേഹത്തെ തനിക്ക് പേടിയാണെന്നും പറഞ്ഞാണ് ബാലഗോപാൽ പ്രസംഗം അവസാനിപ്പിച്ചത്. തുടർന്ന് സീറ്റിലേക്ക് മടങ്ങിയ ബാലഗോപാലിനോട് 3 മിനിറ്റാണല്ലോ പ്രസംഗിച്ചതല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതോടെ ഗൗരവകരമായ സാഹചര്യം ലഘുവായി. PN പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാനാണ് സ്വാഗത പ്രസംഗം പറഞ്ഞ N ബാലഗോപാൽ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ ലോകത്തിനു തന്നെ മാതൃകയാണെന്നും രാജ്യത്തിനാകെ വഴി കാട്ടിയവരാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. ബാലഗോപാൽ, നിങ്ങൾ മിടുക്കനാണ്, കൊടുക്കേണ്ടത് വിളിച്ചിരുത്തി തന്നെ കൊടുത്തല്ലോ അല്ലേ, നന്നായി.